ഫലസ്തീനിലെ ജനതയ്ക്ക് സാംസ്കാരിക നഗരത്തിന്റെ ഐക്യദാർഢ്യം. തൃശൂരിൽ നടന്ന ഗസയുടെ പേരുകൾ എന്ന പരിപാടിയിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരന്നു. ഗസയിൽ കൊല്ലപ്പെട്ട കുരുന്നുകളുടെ പേരുകൾ വേദിയിൽ വായിച്ചു. അടുക്കള, ചോരയുടെ തീന്മേശ, ചോരയുടെ കിടപ്പറ. തീരാത്ത ദുരിതം പേറി ഗസയിൽ പോരാട്ട ജീവിതം നയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായിരുന്നു പരിപാടി. സാഹിത്യ അക്കാദമി ചെയർമാനും കവിയുമായ സച്ചിദാനന്ദൻ ഗസയെക്കുറിച്ചെഴുതിയ മുറിവുകളുടെ വീട് എന്ന കവിത ആലപിച്ചാണ് ചടങ്ങിന് തുടക്കമായത്. ജഡങ്ങൾ മാത്രം വിളയുന്നു, ശത്രു വിഷം വിതറിയ വയലുകളിൽ ആയുധങ്ങൾ മുളച്ചു പൊന്തുന്നു. പിന്നാലെ ഗസയിലെ കൂട്ടക്കുരുതിയിൽ ജീവൻ പൊലിഞ്ഞ കുരുന്നുകളുടെ പേരുകൾ ഓരോന്നായി വേദിയിൽ മുഴങ്ങി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാറിന്റെ നേതൃത്വത്തിൽ വേദിയിലും സദസ്സിലുമായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ മുഴങ്ങി. അസീൽ, ജമാൽ, സൽമ, ഇഷ്തിവൈ, കമർ, ഹനി, മഹ്മൂദ്. വേദിയിൽ തണ്ണിമത്തൻ മുറിച്ച് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ചിന്താരവി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ EMS സ്ക്വയറിലായിരുന്നു പരിപാടി. മീഡിയ 1 തൃശൂർ.